നമ്മൾ ഈ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടപടികളൊക്കെ പൂർത്തീകരിക്കല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്കാണ് നമ്മൾ കീമിൽ പരിഷ്കരണം നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും അത് വരും വർഷങ്ങളിൽ അടുത്ത വർഷത്തേക്ക് നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ FIUGPയുടെ ഒരു റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റി അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറേ കൂടി വിപുലമായി എല്ലാ വിഭാഗം ആളുകളോടും ചർച്ച ചെയ്ത്, അതായത് വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക പ്രതിനിധികൾ, അതുപോലെ മാനേജ്മെൻറ്റുകൾ, അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ആണ് നമ്മൾ FIUGPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ പദ്ധതിയിൽ കൊണ്ടുവരും. ഇപ്പോൾ അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കൊരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം. അതെ, അതിലൊക്കെ അവ്യക്തത നിലവിലുണ്ട്. ആ അവ്യക്തതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നതും. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. അതിൻ്റെ നടപടികളിലേക്കൊക്കെ ആവുന്നതേ ഉള്ളൂ. അല്ല, അത് കൃത്യമായിട്ട് 100 ദിന പരിപാടിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അതെല്ലാം പുരോഗമിക്കുകയാണ്. അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു, ഈ പോളിടെക്നിക് ITI പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് +2 പഠനം കൂടാതെ തന്നെ അവർക്ക് ഡിഗ്രി പ്രവേശനത്തിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള ഒരു ആവശ്യം. അത് വളരെ നാളുകളായി നിലനിന്നിരുന്ന ഒരു ഡിമാൻഡായിരുന്നു. എന്തായാലും ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ ആ വിഷയം ചർച്ചയ്ക്ക് വരികയും അത് നിർദ്ദേശങ്ങൾ കൗൺസിൽ ഗവൺമെൻറ്റിന് നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അത് സംബന്ധിച്ചിട്ടുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഗവൺമെൻറ് അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുകയും 10ാം ക്ലാസ്സിന് ശേഷം പോളിടെക്നിക് ITI കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഡിഗ്രി പ്രവേശനത്തിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് അത് മാത്രവുമല്ല, ഇത് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ നിഷ്കർഷിച്ചിട്ടുള്ള നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് വൊക്കേഷണൽ പഠനവും അതുപോലെ സ്കൂൾ പഠനവും അത് എല്ലാം ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാർത്ഥികൾക്ക് മാറുന്നൊരു സ്റ്റുഡൻറ് മൊബിലിറ്റിയും ക്രെഡിറ്റ് ട്രാൻസ്ഫറും ക്രെഡിറ്റ് അക്യൂമുലേഷൻ്റെയും ഒക്കെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇത് തുറന്നു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു പോളിടെക്നിക്കിൽ 3 വർഷത്തെ ഡിപ്ലോമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് തന്നെ ഡിഗ്രി പ്രവേശനത്തിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ ITIയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് നേരിട്ട് ഡിഗ്രി പ്രവേശനത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇനി അതാത് സർവകലാശാലകൾക്ക് മറ്റ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അടുത്ത വർഷം മുതൽ അങ്ങനെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് അതിൻ്റെ എലിജിബിലിറ്റി ഇപ്പോൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഓരോ സർവകലാശാലകൾക്കും ഓരോ കോഴ്സിനെ സംബന്ധിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് സർവകലാശാലകൾ അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസൊക്കെ കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്ക് കടക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ബേസിക് യോഗ്യതയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഈ ഒരു ഉത്തരവിലൂടെ അനുവദിച്ചിരിക്കുന്നത്. മറ്റ് മാനദണ്ഡങ്ങളൊക്കെ അതാത് സർവകലാശാലകൾ അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാണ്. അത് വരും വർഷത്തേക്ക് അടുത്ത അക്കാഡമിക് ഇയറിന് മുന്നായി അതിനുള്ള നടപടികൾ സർവകലാശാലകൾ സ്വീകരിക്കും.